ഹായ് ഹലോ കുട്ടികൾ സ്കൂളിൽ വരാനുള്ളൊരു ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് പച്ചരി വെച്ചിട്ട് ഒരു പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വെളുത്ത കപ്പിൽ ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളം പാകാക്കുന്നത് ആ ഒരു കപ്പിന് തന്നെ 5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ മൂടി വെച്ചിട്ട് വിസിലടുപ്പിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. 2 വിസിലടിച്ചാൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അത് വേകുന്ന ആ ഒരു ടൈം വെച്ചിട്ട് ഞാൻ കുറച്ച് ശർക്കര കൂടി ഉരുക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പച്ചരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ആവി കളഞ്ഞിട്ട് തുറന്നെടുക്കുകയാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒരുപാട് സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അടുക്കളയിൽ അജു എൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ ഇവിടെ കളിക്കുന്നുണ്ട്. ആ ഒരു സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അപ്പുറത്ത് കുറച്ച് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയതിന് ശേഷം ഞാനതൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഈ ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ തിളപ്പിച്ച ആ ഒരു പാലും കൂടി ഇതിൽ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു തരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏലക്കായും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ്. അപ്പോൾ ഞാൻ പായസമൊക്കെ ആയതിന് ശേഷം കുട്ടികൾ സ്കൂളിട്ട് വന്നപ്പോൾ അവർക്ക് പായസമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നും പറയുന്ന പോലെ തന്നെ പുതുതായിട്ട് നമ്മളെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഞാനും കുട്ടികളും പായസമൊക്കെ കുടിച്ചതിന് ശേഷം നമ്മുടെ കാർ പോർച്ചിൽ ഒരുപാട് സാധനങ്ങൾ കൂട്ടിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് ഇവരുടെ ഈപ്പച്ചിൻ്റെ വണ്ടിൻ്റെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇന്ന് വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അജുക്കുട്ടനെ ഫെല്ലുവിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലോറിൻ്റെ സാധനങ്ങളാണ്. അത് ഓരോ പ്രാവശ്യവും വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ അത് മാറ്റിയ സാധനം, അതിൻ്റെ പഴയതും പുതിയതും, അതിൻ്റെ ബോക്സും അതേപോലെ എൻജിൻ ഓയിലും ഒരുപാട് മാറ്റും അതേപോലെ തന്നെ വണ്ടിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഷീറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത് ഫ്രണ്ടിൽ തന്നെ കാർ പോർച്ചിൽ തന്നെ ഇങ്ങനെ കൂടിയിട്ട് കിടക്കുമ്പോൾ ഒരുപാട് വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇന്ന് ഒതുക്കി പൊറുക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഒരു വിധത്തിൽ ഞാൻ ഇതൊക്കെ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു കുട്ടികളുടെ ചെരുപ്പൊക്കെ വെച്ചിരുന്ന ആ ഒരു തരിപ്പ കൂടി ഒന്ന് കഴുകിയെടുക്കണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് വന്നതാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും പീസുമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ വരുന്നതിൻ്റെ മുന്നേ തന്നെ ഫെല്ലു അത് സെന്നുവിനൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. എന്നെ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു തട്ടുകടയത്തെ ചോറ് കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെന്നുവിൻ്റെ ഇപ്പം പല ആവശ്യങ്ങൾക്കായിട്ട് പുറത്ത് പോയത് കാരണം അപ്പോൾ എൻ്റെ മൂത്തച്ഛൻ്റെ മോൻ്റെ കയ്യിലാണ് ചോറ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുട്ടികളവിടെ ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ അജൂക്കുള്ള ഫുഡൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ അവനിന്ന് നവരേരിയാണ് ഉണ്ടാക്കി കൊടുത്തത്. കായപ്പൊടി നവരേരിയൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു മിക്സാണ് അവനിന്ന് കുറുക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നെയ്ച്ചോറിൻ്റെ കൂടെ തന്നെ അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു കറിയും തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നമ്മുടെ അച്ചാറുകളും സെർലാസും അതേപോലെ തൈരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ അജുക്കുട്ടൻ ഇവിടെ സോഫയിൽ നിന്ന് കളിക്കുകയാണ്. അജു ഉറങ്ങുമ്പോഴത്തേനും ഒരുപാട് സമയമാവും കേട്ടോ. 10:30-11 മണിയൊക്കെ ആവും. ഫെല്ലും സെന്നും ചോറ് തിന്നേക്ക് തന്നെ ഉറങ്ങും. അവർ നേരത്തെ മദ്രസക്ക് പോകാനായിട്ട് അതിരാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് അവർക്ക് ചോറ് തിന്നേക്ക് തന്നെ അവർ ഉറങ്ങും കേട്ടോ. അജു കളിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ രാവിലത്തേക്കുള്ള ദോശയ്ക്കുള്ള മാവൊക്കെ ഒന്ന് അരച്ച് വെച്ചു. അതിൻ്റെ കൂടെ തന്നെ റൂമുകളും ഹാളും ഒക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുള്ള വീട് എപ്പോഴും അലങ്കോലമായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇവൻ്റെ ഒരുപാട് ടോയ്സും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കി പൊറുക്കി വെച്ചു. ഞാനീ പറഞ്ഞ പണികളൊക്കെ ചെയ്ത് തീർത്തപ്പോഴത്തേന് അവൻ്റെ കളിയും ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് കരച്ചിലായി. അങ്ങനെ അവന് നന്നായിട്ട് ഉറക്കം വരുമ്പോഴാണ് കേട്ടോ അങ്ങനെ കരയുന്നത്. അപ്പോൾ ഞാൻ വേഗം തന്നെ അവനെ കൊണ്ടുപോയി ഉറക്കി. അവൻ ഉറങ്ങിയപ്പോഴത്തേനും ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇഷ ഒക്കെ നിസ്കരിച്ചത്. അപ്പോൾ ഇഷ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ.
എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് നോക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.